ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൈവസാന്നിധ്യത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായൊരു വാക്യം വായിക്കാം. കൊലോസ്യർ 3:17 വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടും ഇരിപ്പീൻ. ദൈവസാന്നിധ്യം എന്ന പദം തമിഴിൽ പല വിധത്തിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ദിവ്യ സാന്നിധ്യം, ദൈവവുമായുള്ള കൂട്ടായ്മ എന്നിങ്ങനെ. എന്നാൽ എന്തു തന്നെയായാലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വസിക്കാനും അത് സമൃദ്ധമായി അനുഭവിക്കാനുമുള്ള പദവി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമാണ്. വിവാഹശേഷം ഒരു യുവതി തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. എന്നാൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നതിന് പകരം അവളുടെ ഭർത്തൃവീട്ടുകാർ അവളോട് കഠിനമായി പെരുമാറി. അവളുടെ ഭർത്താവ് പോലും അവളോട് ചെറിയ സ്നേഹമോ കരുതലോ കാണിച്ചില്ല. അവളുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള നിരുത്സാഹവും വിഷാദവും കൊണ്ടുവരാൻ പിശാച് ഈ സാഹചര്യം ഉപയോഗിച്ചു. അവൾ ഒരു നിർജീവ വ്യക്തിയെപ്പോലെ ചുറ്റി നടക്കാൻ തുടങ്ങി. ഒരു ദിവസം ആ തകർന്ന അവസ്ഥയിൽ അവൾ പള്ളിയിൽ പോയി. ശുശ്രൂഷയ്ക്ക് ശേഷം അവൾ കർത്താവിൻ്റെ ദാസന്മാരിൽ ഒരാളോട് തൻ്റെ ഹൃദയം പകർന്നു. പ്രിയ സഹോദരി, മറ്റുള്ളവർ നിങ്ങളെ വിലമതിച്ചാലും ഇല്ലെങ്കിലും നിരാശപ്പെടരുത്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതെല്ലാം കർത്താവ് കാണുന്നു. അവൻ നിങ്ങളെ വിലമതിക്കുന്നു. അവൻ നിങ്ങളെ ആഴമായി സ്നേഹിക്കുന്നു. അവൻ്റെ കൃപ നിങ്ങളുടെ മേൽ അളവില്ലാതെ ചൊരിയപ്പെടുന്നു. അവൻ നിങ്ങളെ സ്വന്തം ജീവനേക്കാൾ കൂടുതൽ സ്നേഹിച്ചിരിക്കുന്നു. പിന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഓരോ ദിവസവും നിങ്ങളുടെ വീട്ടുജോലി ആരംഭിക്കുന്നതിന് മുൻപ് ഒരു നിമിഷം മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ എടുക്കുക. കർത്താവെ, നീ എനിക്ക് തന്ന ഈ ഭവനത്തിന് നന്ദി. എന്നെ ഇവിടെ പാർപ്പിച്ച മനോഹരമായ കുടുംബത്തിന് നന്ദി. നിങ്ങളുടെ ദിവസത്തിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം സ്വാഗതം ചെയ്യുക. ആ ദിവസം മുതൽ സഹോദരി തൻ്റെ ദിവസം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് വിശ്വസ്തയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ സാന്നിധ്യം അവൾ അതിരുകടന്ന അളവിൽ അനുഭവിച്ചു. കർത്താവ് തന്നോടൊപ്പം ഉണ്ടെന്നും തന്നെ കാവൽ നിൽക്കുന്നുണ്ടെന്നും അവളിൽ ആനന്ദിക്കുന്നുണ്ടെന്നും അവൾ മനസ്സിലാക്കി. ഒരു ദിവസം അവൾ തൻ്റെ ജോലി പൂർത്തിയാക്കിയ ശേഷം, നന്നായി ചെയ്തിരിക്കുന്നു എൻ്റെ മകളെ എന്ന് കർത്താവ് മൃദുവായി മന്ത്രിക്കുന്നത് അവൾ കേട്ടു. അവളുടെ ഹൃദയം വർണ്ണിക്കാൻ കഴിയാത്ത സന്തോഷത്താൽ നിറഞ്ഞു. പ്രിയപ്പെട്ട ദൈവകുഞ്ഞെ, നമ്മുടെ കർത്താവാണ് നമ്മെ വിലമതിക്കുന്നവൻ. നന്നായി, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ അനേകത്തിന് അധിപതിയാക്കും എന്ന് പറയുന്നവനാണവൻ. ഓർക്കുക, ദൈവം ഓരോ നിമിഷവും നിന്നെ കാക്കുന്നു. അവൻ നിങ്ങളിൽ പ്രസാദിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനം 100:4-5 അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 46, 47, 48 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 28 അധ്യായം. ആമേൻ.